നമസ്കാരം. എടമലക്കുടിയിലെ അന്തേവാസിയായ എനിക്കും പറയാനുള്ളത് നമ്മുടെ എസ് പ്രൊമോട്ടർ പറയുന്നതുപോലെ തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള മന്ത്രിമാരോട്, അതായത് മെഡിക്കൽ മന്ത്രി, വനവകുപ്പ് മന്ത്രി, ഈ രണ്ടുപേരും ഇപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഈ സാധാ PHC ആയിട്ടിരിക്കുന്ന ഒരു മെഡിക്കല് അത് ഉയർത്താനുള്ള ഒരു അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒന്ന് ഓർക്കുക, റോഡില്ലാത്തതാണ് ഇവിടുത്തെ വികസനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കാൻ മുഖ്യ കാരണം റോഡാണ്. മാത്രമല്ല, ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നൊരു പേഷ്യൻറ്റിനെ കഴിഞ്ഞ മാസം 22-ാം തീയതി ഇങ്ങേരുടെ പേരക്കുട്ടി മരിച്ചു. അന്ന് തുടങ്ങിയ പനി ഇന്ന് മുതൽ മാറാതിരുന്നതുകൊണ്ട്, ഇന്ന് കെട്ടിച്ചുമന്നുകൊണ്ട് ഈ പാലം വഴിയാണ് ഞങ്ങൾ ഇന്ന് കടത്തിയിരിക്കുന്നത്. കാരണം ആ വീഡിയോ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കൂടെ. കാരണം എന്ന് വെച്ചാൽ അതായത് എടമലക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെത്താൻ. എന്നാൽ ഈ കൂടലാർകുടിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ആനക്കുളം ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ ഈ എടമലക്കുടിയിൽ ജീവിക്കുന്ന, ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. വോട്ടർ ID, ആധാർ കാർഡ്, അക്കൗണ്ട്, എല്ലാ രേഖകളും, റേഷൻ കാർഡ് സഹിതം, തൊഴിലുറപ്പ് സഹിതം എല്ലാ രേഖകളും ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഞങ്ങളെ മനുഷ്യരായിട്ട് ഈ നമ്മുടെ സംസ്ഥാനം കാണുന്നില്ലേ? എന്താണ് ഞങ്ങൾ എത്ര 15 വർഷമായി ഇപ്പോൾ എടമലക്കുടി പഞ്ചായത്തായി ഭരണം തുടങ്ങി. ആദ്യത്തെ 5 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുകയും ചെയ്തു. തുടർന്നുള്ള 10 വർഷം തുടർച്ചയായി കോൺഗ്രസും ഭരിച്ചിട്ടും ഞങ്ങൾ ഇത്ര അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ ഈ റോഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ എടമലക്കുടിയിലുള്ള ഒരു വികസനം, ഇവിടെ ഈ ഏരിയയുടെ MLA നോട്ടീസ് പറയുന്നുണ്ട് വൈദ്യുതീകരിച്ചു, എടമലക്കുടി മൊത്തമായി വൈദ്യുതീകരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും 2 കുടികളിലേക്ക് സോളാർ വിതരണം ചെയ്ത് അവരുടെ കറണ്ടില്ലാത്ത ഒരു അവസ്ഥ നിർവ്വാഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നിരുന്നാലും വൈദ്യുതീകരിക്കപ്പെട്ട ഈ എടമലക്കുടിയിൽ എന്തുകൊണ്ട് ഇപ്പോഴും വൈദ്യുതി ഇല്ലാതെ കുറെ പേർ കഷ്ടപ്പെടുന്നു? റോഡില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇനി ഇതിനു ശേഷം ഏതൊരു സ്ഥാനാർത്ഥി ജയിച്ച് ഏതൊരു MLA വന്നാലും റോഡില്ലാതെ, വൈദ്യുതി സൗകര്യമില്ലാതെ ഒരു വികസനവും എടമലക്കുടിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ എടമലക്കുടിക്കാർക്കും നീങ്കത്തിക്കുടിക്കാർക്കും 1-ാം വാർഡിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പറയാനുള്ളത്. അപ്പൊ ഇത് മുഖ്യമന്ത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അടിയന്തരമായി ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചോളൂ.